ഈ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായ ദിവസം നമ്മുടെ ദാവൂദ് സാഹിബിൻ്റെ മുഖത്ത് കണ്ട ഒരു സന്തോഷമുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഈ ഹമാസിൻ്റെ ചെറുത്തുനിൽപ്പുണ്ടായ ദിവസം മാത്രമേ സാഹിബിന് ഇത്ര വലിയ സന്തോഷം ഞാൻ കണ്ടുള്ളൂ. പിന്നീട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇതുപോലെ സന്തോഷം കണ്ടത് നമ്മുടെ രമ്യ ഹരിദാസ് ചേലക്കര മണ്ഡലത്തിൽ തോറ്റപ്പോൾ മാത്രമാണ്. അപ്പോൾ ഈ 3 ഘട്ടങ്ങളിലാണ് കഴിഞ്ഞ 1.5 കൊല്ലത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമ്മൾ സന്തോഷം കണ്ടത്. ഒന്ന്, ഹമാസ് ഇസ്രായേലിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയപ്പോൾ, അതായത് ഒക്ടോബർ 7-ാം തീയതി 2023 ഒക്ടോബർ 7-ാം തീയതി. പിന്നീട് ഈ മുല്ലപ്പൂ വിപ്ലവം ബംഗ്ലാദേശിൽ വിജയിച്ച ദിവസം, അതായത് ഷെയ്ഖ് ഹസീന ജീവനും കൊണ്ട് ഇന്ത്യയിലേക്ക് വന്ന ദിവസം. മൂന്നാമത് രമ്യ ഹരിദാസ് ചേലക്കരയിൽ ആ തോറ്റ ദിവസം. ഈ 3 ദിവസം അദ്ദേഹത്തെ വളരെ ആഹ്ലാദഭരിതനായി കാണപ്പെട്ടു. കാരണം വളരെ വ്യക്തമാണ്, അദ്ദേഹം പ്രതികരിക്കുന്ന ആശയങ്ങളുടെ വിജയമാണ് ഈ 3 സമയത്തും ഉണ്ടായത്. മീഡിയ വണ്ണിനെതിരെ നേരത്തെയും കേന്ദ്ര സർക്കാർ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ മീഡിയ വൺ പൂട്ടിയ സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ്. മീഡിയ വണ്ണിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഔട്ട് ഓഫ് ഫോക്കസ്. സത്യത്തിൽ ആ പ്രോഗ്രാം ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും BJP വിരുദ്ധത എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ അതല്ല, അതിനപ്പുറം സമൂഹത്തെ വിഷമലിനീകരണമാക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും BJP സർക്കാരിനെതിരെയും എപ്പോഴും മീഡിയ വൺ വിരുദ്ധത പ്രചരിപ്പിക്കാൻ വളരെ തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്, അത് കാണിക്കാറുമുണ്ട്. ഇപ്പോൾ മീഡിയ വണ്ണിനെതിരെ വീണ്ടും കേന്ദ്ര സർക്കാരിന് ഒരു ഹർജി അല്ലെങ്കിൽ ഒരു അപേക്ഷ നൽകിയിരിക്കുകയാണ് ഒരു പൊതുപ്രവർത്തകനായ ഒരാൾ. എന്താണ് മീഡിയ വണ്ണിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസും മീഡിയ വണ്ണും സംഭവിക്കാൻ പോകുന്നത്? കേന്ദ്രം എത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. മീഡിയ വണ്ണുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ മീഡിയ വണ്ണിന് ഒരു നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. കേന്ദ്ര സർക്കാർ അല്ല ഏർപ്പെടുത്തിയത്, കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയമാണ്, വാർത്താവിതരണ മന്ത്രാലയമാണ് ഈ ഒരു വിലക്ക് ഏർപ്പെടുത്തിയത്. ആ വിലക്കുമായി ബന്ധപ്പെട്ട് അവർ സുപ്രീം കോടതിയിൽ പോവുകയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആ ഹർജി പരിഗണിച്ച് ഒരു മാധ്യമം എന്നുള്ള നിലയിൽ എല്ലാവർക്കും കൂടെ പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള ഒരു ആ ഒരു കാര്യം പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് മീഡിയ വൺ ആ സമയത്ത് രക്ഷപ്പെട്ടത്. പക്ഷേ മീഡിയ വൺ അതിനുശേഷം വളരെ കൂടുതലായി, അതിനുശേഷം ഒന്നുകൂടെ ശക്തമായി വർഗീയത പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും ഇവർ പറയുന്നത് BJP വിരുദ്ധതയാണ്, സംഘപരിവാർ വിരുദ്ധതയാണ് എന്ന് പറയും. എല്ലാത്തിൻ്റെ ഉള്ളിലും സംഘം അല്ലെങ്കിൽ BJP എന്നൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്താൽ മതി. പക്ഷേ ഇവരുടെ പല വീഡിയോകളും എടുത്ത് നോക്കിയാൽ, അതായത് BJPയുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോഴും അവർ അവിടെ പറയുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ വളരെ വലിയ തോതിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതാണ്. പ്രത്യക്ഷത്തിൽ തന്നെ ഒരു മതവുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഭിന്നിപ്പുണ്ടാക്കുക, വളരെ സോഫ്റ്റായിട്ട് പറയുക, വളരെ ഡീപ്പായിട്ട് ഉള്ളിലേക്ക് ഈ സാധനം കൊടുക്കുക. ഇതാണ് ഇവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പുറമേ കാണുന്ന ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ കിട്ടുന്ന ഇമ്പാക്റ്റ് അതൊരു സൈക്കോളജിയാണ്. അതായത് മദ്രസകളിൽ പോയി പഠിക്കേണ്ട ഈ മതത്തിൻ്റെയും ചില വർഗീയതയുടെയൊക്കെ വിത്തുകൾ ഉള്ളിലേക്ക് പാകാനായി ഈ ഔട്ട് ഓഫ് ഫോക്കസ് ഇരുന്ന് കണ്ടാൽ മതി. തീർച്ചയായിട്ടും. കാരണം ഏറ്റവും വലിയ അപകടമെന്ന് ഞാൻ കേന്ദ്രത്തിൻ്റെ ആ ഹർജിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. അതായത് ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് സുന്നി EK വിഭാഗവും അതുപോലെ തന്നെ ഇത്തരം തീവ്ര നിലപാടുകൾക്കെതിരായിട്ടുള്ള വിഭാഗങ്ങളൊക്കെ ഇന്നും വളരെ സജീവമാണ് നമ്മുടെ കേരളത്തിൽ. ഏറ്റവും വലിയ സംഘടനകളും ഈ സുന്നി ആയിട്ടുള്ള സമസ്ത പോലുള്ള സംഘടനകളാണ്. ഇവർക്ക് പോലും, ഇവരുടെ അണികൾക്ക് പോലും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു മത തീവ്രവാദ അല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവർക്ക് വർഗീയതയൊക്കെ ഉണ്ട്, പക്ഷേ അവരൊരു മത തീവ്രവാദത്തിലേക്ക്, ഒരു കലാപത്തിലേക്ക് ഒന്നു പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ആ ഒരു മതസൗഹാർദ്ദ കാഴ്ചപ്പാടുണ്ട് അവർക്ക്. ആ സൗഹാർദ്ദ കാഴ്ചപ്പാടിനെ പോലും വെട്ടുന്ന രീതിയിലേക്ക് അവരുടെ അണികളിൽ പോലും സ്വാധീനം ചെലുത്തുന്ന ഒരു ചാനലായി ഈ മീഡിയ വൺ മാറിയിരിക്കുന്നു എന്നുള്ളതും, ഇതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ഒരു തീവ്രമായ മതനിലപാടുകൾ എടുക്കേണ്ടി വരുന്നു എന്നുള്ളതും സത്യമാണ്. ഇതാണ് മീഡിയ വൺ ഒരു കേരളത്തിന് ഉണ്ടാക്കി കൊടുത്ത ഒരു വലിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അത് ഇമ്പാക്റ്റ് എന്നൊന്നും തന്നെ വിളിക്കാൻ പറ്റില്ല. ആ ഒരു വൃത്തികേട് അല്ലെങ്കിൽ അവരൊരു ഫലം അവരുണ്ടാക്കി കൊടുത്ത കാര്യം ഇതാണ്. അപ്പോൾ അത്രയും വിഷലിപ്തമായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിലേക്ക് കൊടുക്കുകയാണ് മീഡിയ വൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തത്, യഥാർത്ഥത്തിൽ മീഡിയ വണ്ണിനെതിരെ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു പരാതി എന്ന് പറയുന്നത് അദാനിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ ചേർത്ത് പറഞ്ഞതാണ്. അതായത് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി, കോൺഗ്രസിൻ്റെതായിക്കോട്ടെ, CPM-ൻ്റെതായിക്കോട്ടെ, BJPയുടേതായി, CPM എന്ന് പറഞ്ഞാൽ ചിരിക്കേണ്ട, BJPയുടേതായിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനമന്ത്രി ആയാലും, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമ്പോൾ പാർട്ടിയുടേതാണ്,
പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ അത് ജനങ്ങളുടേതാണ്. ആ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ചേർത്തുകൊണ്ട് അദാനിയുടെ സ്വന്തം പ്രധാനമന്ത്രിയാണ്, അദാനിയാണ് ഇദ്ദേഹത്തിന് ഫണ്ട് ചെയ്യുന്നത്, അദാനിയുടെ ഒരു നിഴൽ ഭരണമാണ് നടത്തുന്നത് എന്ന തോതിൽ ചർച്ച നടത്തുക എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയോടും ഇന്ത്യയിലെ ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണ്. അല്ലെങ്കിൽ അവരത് തെളിയിക്കണം, അവർക്കത് തെളിവുകൾ കൃത്യമായി ഹാജരാക്കാൻ മീഡിയ വൺ തയ്യാറാവണം. ഈ ഒരു കാര്യം എന്ത് തോന്നിവാസവും വിളിച്ചു പറയാമെന്നുള്ള കാര്യത്തിൻ്റെ പുറത്ത് ഇത്തരം ഒരു ചർച്ച അവർ ഔട്ട് ഓഫ് ഫോക്കസിലിരുന്ന് അടുപ്പ് കൂട്ടി ചർച്ച നടത്തിയപ്പോഴാണ് ഇതിനെതിരായിക്കൊണ്ടാണ് ഒരു സാമൂഹ്യ പ്രവർത്തകൻ വളരെ കൃത്യമായി വാർത്താവിതരണ മന്ത്രാലയത്തിന് കത്തയച്ചിട്ടുണ്ട്. പരാതി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആ പരാതിയിന്മേൽ വാർത്താവിതരണ മന്ത്രാലയം 15 ദിവസത്തിനകം മറുപടി കൊടുക്കാൻ വേണ്ടി മീഡിയ വണ്ണിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ മറുപടി തൃപ്തികരമല്ലെങ്കിൽ തുടർ നടപടി വാർത്താവിതരണ മന്ത്രാലയം സ്വീകരിക്കും എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ചുവട് പിടിച്ച് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതൊരു വാർത്താവിതരണ മന്ത്രാലയം ഏതെങ്കിലും തരത്തിൽ ഈ ഒരു നടപടി എടുക്കുകയാണെങ്കിൽ, ഇത് സുപ്രീം കോടതിയിലേക്കോ മറ്റ് കോടതികളിലേക്കോ പോവുകയാണെങ്കിൽ അവിടെ കൃത്യമായി ഒരു അഡ്വക്കറ്റിനെ കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് ഇവർ ചെയ്ത ഔട്ട് ഓഫ് ഫോക്കസിലെ എപ്പിസോഡുകളെല്ലാം തന്നെ കൃത്യമായി ലിസ്റ്റ് ഇട്ട് ഇത് കോടതിക്ക് മുമ്പാകെ രാജ്യവിരുദ്ധ താല്പര്യങ്ങളാണ് ഇവർ കാണിക്കുന്നത് എന്ന് കോടതിക്ക് മുമ്പാകെ തെളിയിക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ വളരെ കൃത്യമായ ഒരു നിരോധനം മീഡിയ വൺ വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം മീഡിയ വൺ നിരോധിക്കണമെന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. കാരണം മീഡിയ വൺ അവരുടെ നിലപാട് മാറ്റി, ഒരു മാധ്യമം എന്നുള്ള നിലയിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള എല്ലാ അധികാരങ്ങളുണ്ട്. പക്ഷേ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുക, തീവ്രവാദത്തെ ഒരു നൈസായിട്ട് ഉള്ളിൽക്കൂടി കയറ്റുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് വളരെയധികം ഈ രാജ്യത്തിന് ഭിന്നിപ്പുണ്ടാക്കുന്നതാണ്. ഒപ്പം ഒരു കാര്യം കൂടെ പറയാം, ഇവർ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞല്ലോ, ശ്രീ ജയശങ്കർ സാറിന്റെ വീഡിയോയിൽ പറയുന്നത് പോലെ ഇവർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സമയങ്ങൾ എടുത്ത് പരിശോധിക്കണം നമ്മൾ. അതായത് ഇസ്രായേലിനെ ഈ പറയുന്ന ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ദാവൂദ്, അവരും ഈ മീഡിയ ഔട്ട് ഓഫ് ഫോക്കസിലെ ആളുകൾക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ സമയം, വിസ്മയമാണ് താലിബാൻ എന്ന് പറഞ്ഞ ആളുകൾ, അത് തന്നെ രാജ്യവിരുദ്ധമാണ്. വിസ്മയമാണ് താലിബാൻ എന്ന് പറയുന്നത് രാജ്യവിരുദ്ധമല്ലേ? അതെ, ഒന്ന് ആണ്. രണ്ടാമത്തെ യഹിയ സിൻവറിനെ പുകഴ്ത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നു, ഇത് രാജ്യവിരുദ്ധമല്ലേ? അതെ, ഇതൊക്കെ ഈ തീവ്രവാദികളെ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് തന്നെ ഈ രാജ്യത്ത് ആളുകൾ ഉണ്ടാക്കുന്ന ഒരു അതിന്റെ ഒരു ഫലം എന്തായിരിക്കും, പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ള ചിന്തിക്കണ്ടേ. അപ്പം ഈ ഇസ്രായേലിനെ ആക്രമിച്ചു, ഇറാനും ഹമാസും ഒക്കെ സന്തോഷിച്ച ദിവസം. പിന്നീട് അതും BJP ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വിചാരിച്ചു. അതായത് BJP ഇസ്രായേലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തു, മീൻസ് BJP അല്ല കേന്ദ്ര സർക്കാർ. ഇവിടെ ബംഗ്ലാദേശിൽ ഒരു ഭരണം, അവരുടെ ജനാധിപത്യപരമായി നിന്ന ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഒരു തീവ്രവാദ ഗവൺമെന്റ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ വരുന്നു, അവിടെ ക്ഷേത്രങ്ങളെല്ലാം തകർക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആക്രമിക്കപ്പെടുന്നു. അതൊക്കെ പറയുന്ന സമയത്ത് അതിനവിടെ ഇരുന്ന് സന്തോഷിക്കുക മാത്രമല്ല, ഏകാധിപതികളായ ഭരണാധികാരികളുടെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കുമെന്ന് മോദിയെ പറയാതെ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ഔട്ട് ഓഫ് ഫോക്കസ് ഒരു ചർച്ച നടത്തിയത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്കിടയാക്കി എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മുടെ ടാറ്റ ഏറ്റവും കൂടുതൽ ഒരു ബിസിനസ്സുകാരൻ വല്ല തന്ത്രങ്ങളും ഉപയോഗിച്ച് ബിസിനസ് ചെയ്യും. അത് അയാളുടെ വളർച്ചയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ്. എല്ലാ ബിസിനസ്സുകാരും ജനങ്ങളോട് ഏത് ബിസിനസ്സുകാരുണ്ട് ഇവിടെ ജനങ്ങളോട് അത്രയും സ്നേഹവും കരുണയും സന്തോഷവും ഒക്കെ കാണിക്കുന്ന എല്ലാവർക്കും പണത്തോടുള്ള ആർത്തി മാത്രമാണ് എല്ലാ ബിസിനസ്സുകാരും നോട്ടം വയ്ക്കുന്നത്. അല്ലാതെ അവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാരോടോ അല്ലെങ്കിൽ ജനങ്ങളോടോ ഒന്നും അവർക്ക് കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. പണം വരുമ്പോൾ അതിന്റെ ആർത്തി, അത് പിന്നെ സമൂഹത്തിന് മുന്നിൽ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ടാറ്റയെ പോലുള്ള നല്ല ആളുകളും ഉണ്ട്, ഇല്ല എന്നല്ല. ടാറ്റ മരിച്ചപ്പോൾ ടാറ്റയുടെ കയ്യിൽ രക്തക്കറ പുരണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏറെ കയറിയവരാണ് ഈ ഔട്ട് ഓഫ് ഫോക്കസ് ടീം എന്ന് പറയുന്നത്. ഞാൻ മീഡിയ വണിയിലെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും അധിക്ഷേപിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർ വർഗീയത പരത്തുന്നവരാണ് എന്ന് പറയുന്നില്ല. കാരണം പാർത്ഥൻ, നമുക്ക് പരിചയമുള്ള പലരും മീഡിയ വണിനകത്ത് ജോലി ചെയ്യുന്നുണ്ട്, പാർത്ഥനും പരിചയമുള്ള പലരും ഉണ്ടാകും. നമ്മളൊക്കെ മാധ്യമ സുഹൃത്തുക്കളാണ്. പലരും സംസാരിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്തുള്ള പലരും ജീവിക്കാൻ വേണ്ടി മാത്രം ആ ചാനലിൽ വർക്ക് ചെയ്യുന്നവരാണ്. പലർക്കും താല്പര്യമില്ലാതെയാണ് പലതും ജീവിക്കാനുള്ള, കാരണം ഇത് പഠിച്ചത് ഇതാണ്, മറ്റ് തൊഴിലുകൾ അറിയില്ല, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് പിടിച്ചു നിൽക്കുന്നു, മറ്റ് സ്ഥാപനങ്ങളിലേക്ക് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരക്കാരാണ്. അവരെയൊക്കെ ഇപ്പോൾ ഒരു മാനേജ്മെന്റ് പറയാണ് അടുത്ത ഔട്ട് ഓഫ് ഫോക്കസ് ടീമിൽ നിങ്ങൾ കൂടി ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇരുന്നേ മതിയാകൂ, കാരണം അവരുടെ ജോലിയുടെ ഇവിടെ ഭാഗമാണ്. അപ്പോൾ പലരും ഇഷ്ടമില്ലാതെയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവരും കൂടി ചിലപ്പോൾ പെട്ടുപോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ചിലരുടെ സ്ഥാപിത താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ, സമൂഹത്തിൽ തെറ്റായ സന്ദേശങ്ങൾ പടർത്താൻ
ഒരു ചാനലിനെ സമൂഹത്തിലെ കുറേ ആളുകളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. കുറേ ആളുകൾ അവർ പറയുന്നത്, ഇപ്പോൾ ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ചാനൽ ഇന്നും എത്ര വലിയ വലിയ ചാനലുകൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞു വന്നാലും ഒരു വാർത്ത വന്നാൽ നമ്മൾ ആദ്യം ഏഷ്യാനെറ്റ് വെച്ച് നോക്കും. കാരണം വാർത്ത സത്യമാണോ എന്നറിയാൻ. ജനങ്ങളുടെ മനസ്സിൽ അതിനൊരു സ്ഥാനമുണ്ട് എന്നുള്ളത്, സ്ഥാനം പിടിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം അതുപോലെയാണ് ചില വാർത്തകൾക്ക് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും, ചില വാർത്തകൾ ജനങ്ങളെ ചിന്തിപ്പിക്കാൻ കഴിയുന്നതാണ്. ഒക്കെ അത്തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാനും ചിന്തിപ്പിക്കാനും കഴിയുന്ന കാര്യങ്ങൾ ജനങ്ങളിലിടയിലേക്ക് ഇറക്കി വിടാതെ ഇത്രയും വർഗീയത ഇറക്കി വിടുമ്പോൾ അതൊരു സമൂഹത്തെ തെറ്റായ വഴിക്കാണ് നയിക്കുന്നത് എന്ന് പോലും ഇതിൻ്റെ അകത്തിരിക്കുന്നവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, എല്ലാ ചാനലിലും രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഈ ജനങ്ങൾക്കിടയിലേക്ക് കുത്തിക്കയറ്റാതെ കൃത്യമായി പറഞ്ഞു പോകുക എന്നുള്ളൊരു രീതിയോടാണ് എല്ലാവർക്കും താല്പര്യം. നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ പറയൂ, അതിന് സാരമില്ല, പക്ഷേ അത് കൃത്യമായ രീതിയിൽ പറഞ്ഞു പോകുക എന്നുള്ളത്. ഇത്തരത്തിൽ വർഗീയമായ വിഷയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഉള്ളിലേക്ക് കുത്തിവെച്ചിട്ട് എന്ത് സന്ദേശമാണ് ഈ ചാനൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ നൽകുന്നത്? അത് മാത്രമല്ല, ഇതിനടിയിൽ വന്ന് കമൻ്റ് ഇടുന്ന സുഡാപ്പികളുണ്ട്. അവർ അങ്ങേയറ്റം പുരോഗമനവാദികളായിക്കൊണ്ട് അഭിനവ പുരോഗമനവാദികളായി അഭിനയിച്ചു കൊണ്ടിരുന്ന കമൻറ്റുകൾ. സത്യം മാത്രം പറയുന്ന ചാനൽ, യഥാർത്ഥ കാര്യങ്ങൾ വിളിച്ചു പറയാൻ മടിയില്ലാത്ത ചാനൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും. അതായത് ഇവരുടെ തീവ്രവാദം പറയാൻ ഇവർക്ക് പറ്റുന്നില്ല, ആ തീവ്രവാദം ഇവരെങ്കിലും പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് പറയാണ്, ഇറാനിൽ ഒരു പെൺകുട്ടി വസ്ത്രമില്ലാതെ നടന്ന് പ്രതിഷേധിച്ചു. അതിഗുരുതരമായി ആ പെൺകുട്ടികൾക്ക് നേരെ ബുദ്ധിമുട്ടുണ്ടായി. ബാലവിവാഹങ്ങൾ പല രാജ്യത്തും ഇസ്ലാമിക രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ രക്തം ഈ പറയുന്ന പോലെ രക്തപ്രവാഹം കൊണ്ട് പിഞ്ചു കുട്ടികൾ മരിച്ചു പോയിരിക്കുന്നു. ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയാണ് പാലസ്തീനിൽ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതൊന്നും ഇവർക്ക് ചർച്ചയല്ല. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രീ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരുടെ പരാതി പരിഗണിച്ചുകൊണ്ട് മീഡിയ വണിൽ റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു. ആ റെയ്ഡുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആ റെയ്ഡിൽ PF-മായി ബന്ധപ്പെട്ട്, അതായത് ഈ PF ഉണ്ടല്ലോ, ആളുകളുടെ പിന്നെ പ്രൊവിഡന്റ് ഫണ്ട് ജീവനക്കാരുടെ, ആ ഫണ്ടുമായി ബന്ധപ്പെട്ട് അതിൽ വലിയ തട്ടിപ്പുകൾ ആ സ്ഥാപനത്തിൽ നടന്നു എന്നുള്ള വാർത്ത ചില മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ റെയ്ഡിൽ പല ഈ പറയുന്ന ഗുരുതരമായിട്ടുള്ള പല കാര്യങ്ങളും അവർ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനൽ കൃത്യമായി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിൽ തന്നെയാണ്. ഈ തരത്തിൽ ഒരു ഹർജി കൂടെ സുപ്രീം കോടതിയിലോട്ട് പോയാൽ എങ്ങനെ ഇവർ വലിയ രീതിയിൽ സമൂഹത്തിന് വിപത്താണ് എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് മീഡിയ വണ്ണിൻ്റെ ഒരുപക്ഷെ നിരോധനത്തിലേക്ക് വരെ പോവാം. ഇങ്ങനെ ചെയ്യരുത് എന്ന് മാത്രമാണ് അവസാനമായി പറയാനുള്ളത്. തീർച്ചയായിട്ടും.